പൂക്കാട്ടുപടിക്കടുത്ത് ബാവപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്ന് 600 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഏകദേശം 5.5 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. വീടിന്റെ മതിലിലേക്ക് വരുമ്പോൾ ക്ലാഡിംഗ് ടൈലും ലൈറ്റും ഗ്രിൽ വർക്കുകളും ചെയ്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗേറ്റ് ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4.3 മീറ്റർ ആണ് ഇതിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. വീടിന്റെ മുൻഭാഗത്ത് കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ച് ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. കിണറിന്റെ ഈ വശത്തായി വരുമ്പോൾ ഇവിടെയായി ഗാർഡൻ ചെയ്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. ഏകദേശം 16 അടി നീളവും 8.5 അടി വീതിയുമാണ് ഈ കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളത്. വീടിന്റെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്ത് ഇന്റർലോക്ക് ചെയ്ത് ഭംഗിയായാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്ത് ഇന്റർലോക്ക് വിരിച്ച് ഭംഗിയായാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയുടെ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ എൻട്രൻസ് ഭാഗത്ത് 2 തൂണുകൾ കൊടുത്തിരിക്കുന്നു. തൂണുകൾ ടൈൽ വർക്കുകൾ ചെയ്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. ഏകദേശം 4 അടിയിലേറെ വീതിയും 7 അടി നീളവുമുള്ള ഈ സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗം സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. ഈ വീടിന്റെ മെയിൻ ഡോറ് മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായി സിംഗിൾ ഡോറായാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ലിവിംഗ് സ്പേസിൽ 2 ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭിത്തിയിലേക്ക് വരുമ്പോൾ ഇവിടെ വാൾപേപ്പർ വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. അതേപോലെ TV യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ ഭംഗിയായാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിന്റെ സീലിംഗ് വളരെ ഭംഗിയായിട്ട് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും കൊടുത്ത് ചെയ്തിരിക്കുന്നു. ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ പോകുന്ന ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെയായി കാണുന്ന ഈ ഭിത്തിയും വാൾപേപ്പർ കൊടുത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഏകദേശം 12 അടി നീളവും 7.5 അടി വീതിയുമുള്ള ഈ ഡൈനിങ് സ്പേസ് വളരെ ഭംഗിയായി തന്നെ ഇന്റീരിയർ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇൻവെർട്ടറിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ മുകൾ ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്കാണ്. കിച്ചണിന്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നു. കിച്ചൺ വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ്. ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റൗവിനുള്ള പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു. മുഴുവനായും തന്നെ കബോർഡ് വർക്കുകൾ ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നു. കിച്ചണിന്റെ മുകൾ ഭാഗത്തും സീലിംഗ് വർക്കുകളും ലൈറ്റും കൊടുത്ത് മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുമാണ് ഈ കിച്ചണിനുള്ളത്.
കിഴക്ക് വശത്തായിട്ടാണ് ഹോബിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലേക്കാണ്. ഏകദേശം 5 അടിയിലേറെ വീതിയുള്ള ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷിംഗ് മെഷീനുള്ള ടാപ്പും പോയിന്റും നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമുള്ള ഒരു ബെഡ്റൂമാണിത്. ബെഡ്റൂമിൻ്റെ ഒരു വാള് ഫുള്ളി വാൾപേപ്പർ കൊടുത്ത് ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് വളരെ വലിയ ഒരു കബോർഡ് വളരെ നല്ല ഒരു കളർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ മുകൾ ഭാഗം സീലിംഗ് വർക്കുകൾ കൊടുത്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സും സെറയുടെ വാഷ് കൗണ്ടറുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാൻഡിൽ വുഡിൽ റാപ്പ് ചെയ്തതാണ്. ബ്ലാക്ക് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഓരോ സ്റ്റെപ്പും ഹൈറ്റ് വളരെ കുറച്ചും വീതിയും ഉള്ളതിനാൽ വളരെ അനായാസം നമുക്ക് മുകളിലേക്ക് കയറാവുന്നതാണ്. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്തായി പർഗോളയും ഗ്ലാസും കൊടുത്ത് സൂര്യപ്രകാശം അകത്ത് കടക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വളരെ വിശാലമായ അപ്പർ ലിവിങ്ങിലേക്കാണ്. ഏകദേശം 12 അടിയിലേറെ നീളവും 11 അടി വീതിയുമുള്ള ഈ ലിവിംഗ് സ്പേസ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 12 അടി വീതിയും 12 അടി നീളവുമുള്ള ഈ ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസും അതേ പൊസിഷനിലുമാണ്. ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് വളരെ വലിയ ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടിയോളം നീളവും 12 അടിയോളം വീതിയുമുള്ള ഈ ബെഡ്റൂം നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് വളരെ വലിയൊരു കബോർഡ് കൊടുത്തിരിക്കുന്നു. 2 ജനലുകളാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് ഓപ്പൺ ബാൽക്കണിയിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള വളരെ വിശാലമായ റോഡ് ഫ്രണ്ടേജായ ഒരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ടാപ്പ് പോയിന്റും സ്വിച്ചും കൊടുത്തിരിക്കുന്നു. യൂട്ടിലിറ്റി സ്പേസിൻ്റെ മുകൾ ഭാഗവും സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് 800 ലിങ്സ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായുള്ള ഈ വീട് ബസ് സ്റ്റോപ്പിൽ നിന്ന് 600 മീറ്ററും കൊച്ചിൻ ആൻഡ് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് 2 കിലോമീറ്ററും ഇൻഫോ പാർക്കിൽ നിന്ന് 10 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിൽ നിന്ന് 7.5 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് 4 കിലോമീറ്ററും ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്.
ഈ വില നെഗോഷ്യബിൾ ആണ്. ഇതുപോലെ തന്നെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.